ഒരു സൺഡേത്തെ ഫുൾ ഡേ ഹോസ്റ്റൽ ഫുഡ് വ്ളോഗാണ് ചെയ്യാൻ പോണേ. അപ്പോൾ രാവിലത്തെ ഫുഡ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദോശയും 4 ദോശ എടുത്ത് ഞാൻ. പിന്നെ ഉള്ളത് ഗ്രീൻ പീസ് കറി ആയിരുന്നു. ഗ്രീൻ പീസ് കറിയും നല്ല വെള്ളം പോലത്തെ ഗ്രീൻ പീസ് കറി, അതും കുറച്ചും കൂടി എടുത്തിട്ട് നമുക്ക് കഴിക്കട്ടെ. നല്ല ചൂടുണ്ട് കേട്ടോ, ആവി പോകുന്നുണ്ടല്ലോ നിങ്ങൾ. നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റ് നോക്കട്ടെ. ചെറിയൊരു കഷ്ണം എടുത്തിട്ട് കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ട് ഒരു തട്ട് നോക്കാം. കൊള്ളൂല, നിങ്ങൾക്കറിയാലോ ഫുഡിൻ്റെ അവസ്ഥ. അത് തന്നെ എവിടെയും എങ്ങനെയൊക്കെയോ കഴിച്ച് പോണു. ഇപ്പോൾ നമുക്ക് ഉച്ചക്കത്തെ ഫുഡുണ്ടായിരുന്നു. ഉച്ചക്കത്തെ ഫുഡെന്ന് വെച്ചാൽ മോരുണ്ട്, പിന്നെ ഒരു ഉപ്പേരിയുണ്ട്, പിന്നെ നമ്മുടെ സ്ഥിരം അച്ചാർ. നമുക്ക് കഴിച്ചു നോക്കാം. കുറച്ച് ഉപ്പേരി എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അച്ചാറെടുത്ത് മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ച് നമുക്ക് കഴിച്ചു നോക്കാം. നന്നായിട്ടൊന്നും കുഴച്ച് കുറച്ചും കൂടി ഉപ്പേരി എടുത്ത് നന്നായിട്ട് കുഴച്ചങ്ങെടുത്ത് ചോറ് നന്നായിട്ടൊന്ന് കഴിച്ചു നോക്കാം. കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു കേട്ടോ ഉച്ചക്കത്തെ. ഇനിയിപ്പോൾ രാത്രിത്തെ ഫുഡ് എന്താണെന്ന് വെച്ചാൽ നോക്കാം. രാത്രിത്തെ നമുക്കൊരു സ്പെഷ്യൽ സാധനമുണ്ട്, പിന്നെ മോരുണ്ട്, പിന്നെ രസമുണ്ട്. ഉച്ചക്കത്തെ മോരുണ്ട്, രസമുണ്ട്, പിന്നെ ഉച്ചക്കത്തെ ആ ഉപ്പേരിയും കൂടിയുണ്ട്. അപ്പോൾ ഇത് മൂന്നെടുത്ത് നമുക്ക് ഒന്ന് കഴിച്ച് നോക്കാം. 2-3 സ്കൂപ്പ് ചോറെടുക്കാം. നമുക്ക് അതിൽ തന്നെ ചോറെടുത്ത് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ബാക്കി കറിയൊക്കെ ഇട്ട് നോക്കാം. അടുത്തായിട്ട് നമുക്ക് കുറച്ച് ചമ്മന്തി ഇട്ട് നോക്കാം. ചമ്മന്തി കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഉച്ചക്കകത്ത് ഉപ്പേരി ഉണ്ട്, അതും എടുക്കാം. പിന്നുള്ളത് ഉച്ചക്കത്തെ മോരാണ്, അതും കുറച്ചും കൂടി എടുത്തിട്ട് നമുക്ക് കഴിക്കാൻ തുടങ്ങാം. ഇതിൻ്റെ ഇടയിലാണ് ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടെന്ന് പറഞ്ഞ് പപ്പടം നമ്മൾ മിസ്സായിപ്പോയി. പപ്പടം എടുത്ത് പ്ലേറ്റിൽ വെച്ചു. നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് പപ്പടം എടുത്ത് കുറച്ച് മോരിലും രസത്തിലൊക്കെ മിക്സ് ചെയ്ത് കഴിച്ച് നോക്കാം. കുഴപ്പമില്ലാത്ത ഫുഡാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഹോസ്റ്റൽ ഫുഡ് വ്ളോഗ്. ബൈ.